ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും അവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഈ കാട്ടിലെ അന്തരീക്ഷമൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾക്ക് ഈ കാടങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കാറ്റും മണവും എല്ലാം ഒരുപാട് ഇഷ്ടമായി. ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങനെയാ മോനെ, എല്ലാവർക്കും ഈ കാടങ്ങ് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും അമലു എവിടെ മമ്മ എന്നും വയല് ചോദിക്കുക. അവളകത്തുണ്ട് മോനെ. അപ്പോഴത്തേക്കും അമലു വരിക. എന്താ അപ്പ? അമലു, ഇതാണ് നാട്ടിൽ നിന്നും തേൻ മേടിക്കാൻ വന്നവര്. ഇയാളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ഒരു ഭീകരൻ ഈ കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവനൊരു കൊലയാളിയാ. അവനെ ഈ കാട്ടിലോട്ട് എങ്ങനെ എത്തിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. അത് കേട്ടതും അതാരാ? അങ്ങനെ ആരും ഒന്നും ഈ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ മോനെ. ഈ അടുത്ത് ഇവിടേക്ക് അങ്ങനെ ആരും ഒന്നും വരാറില്ല. പിന്നെ കാട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാനറിയാതെ ആരെയും ഇങ്ങോട്ട് കയറ്റാറുമില്ല എന്നൊക്കെ മൂപ്പൻ പറയുക. അത് കേട്ടതും അമലു ഒന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടിരിക്കുക. അമലുവിന് അന്ന് ഓർമ്മയുണ്ടോ? ഞാൻ അവനെ അന്വേഷിച്ച് വന്ന സമയത്താണ് അമലുവിനെ കണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട് സർ എന്ന് ചിരിച്ചുകൊണ്ട് അമലു പറയുക. അപ്പോൾ കല്യാണി, നല്ല ചന്തമുണ്ടല്ലോ അമലുവിനെ കാണാൻ. അപ്പോൾ വേലു അവിടെ ഇരുന്ന് ആലോചിക്കുക. ചന്തം കൂടിപ്പോയതുകൊണ്ടാണ് അവൾക്ക് ഇത്ര അഹങ്കാരം, അതുകൊണ്ടാണ് കയ്യിൽ നിന്ന് പോയത്. ഈ സമയം നമ്മുടെ മൂപ്പൻ പറയാ, അതെ സാർമാര് ചുക്ക് കാപ്പി അങ്ങ് കുടിക്കും. അപ്പോൾ ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, നല്ല കാറ്റടിക്കും സാറേ. ചിലപ്പോഴൊക്കെ മനുഷ്യനെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റാ ഇവിടെ അടിക്കാറ്. ആ സമയത്ത് ഈ ചുക്ക് കാപ്പി കുടിച്ചാലേ നല്ല സുഖമാണ്. അത് കേട്ടതും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും സാർമാർ വന്ന സ്ഥിതിക്ക് ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂപ്പത്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോവുക. ഈ സമയം മോളെ അമലു, മോളും കൂടെ ഒന്ന് പോയി അമ്മയെ സഹായിക്ക്. ശരിയപ്പ എന്നും പറഞ്ഞുകൊണ്ട് അമലു അങ്ങോട്ട് പോവുക. ഈ സമയം നമ്മുടെ കിരണും കല്യാണൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും വേലുവിനെ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേലു നന്നായിട്ടാണ് തേൻ വിൽക്കുന്നത്. അവിടെ റോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ കാട്ടിലെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ കാണാനൊക്കെ തന്നെ നല്ലൊരു ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും കല്യാണം ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാനാ, നാട്ടിൽ ഒരുത്തനുണ്ട്, ഒരു വില്ലൻ. അവൻ ഇങ്ങോട്ട് വന്നോന്നറിയാനാ ഞങ്ങൾ കൂടുതലും വന്നത്. കാരണം അവൻ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവനാണേ. അത് കേട്ടതും നമ്മുടെ മൂപ്പൻ ടെൻഷനോട് ഇങ്ങനെ നോക്കുക പരസ്പരം മുഖത്തേക്ക്. ഈ സമയം അമലു ഗംഗയുടെ അടുത്തേക്ക് പോവുക. വിനായകേട്ടൻ പേടിക്കണ്ട കേട്ടോ, വിനായകേട്ടനെ കാണാനാ അവർ വന്നിരിക്കുന്നത്. വിനായകേട്ടനെ അന്വേഷിച്ച് അവർ വന്നത്. അങ്ങനെ വിനായകേട്ടനെ കാണാൻ ഞാൻ അവന്മാരെ അനുവദിക്കില്ല. വന്നിരിക്കുക അവളും അവനും കൂടെ. അന്ന് വന്നപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്രാവശ്യം ഏതൊരു പെണ്ണിനെയും കൂട്ടിയാ വന്നിരിക്കുന്നത്. കാണാൻ നല്ല സുന്ദരിയൊക്കെയാ. ആരാ വിനായകേട്ട? അവനെ വലിയൊരു കൊലപാതകിയാ. കൊലപാതകിയോ? അയ്യോ, മിണ്ടണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. വിനായകേട്ടൻ ഇവിടെ നിന്നോ, ഞാനേ അമ്മയെ ഒന്ന് സഹായിക്കട്ടെ കേട്ടോ. വിനായകേട്ടൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട. എന്തായാലും അപ്പയൊന്നും വിനായകേട്ടനെ കുറിച്ച് പറഞ്ഞു കൊടുക്കില്ല. വേലു അവൻ മനഃപൂർവ്വം അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. വിനായകേട്ടനെ അവർ കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും അങ്ങനെ ചെയ്തത്. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം കിരണിനെയും കല്യാണം കാണിക്കുന്നത്. അവരുടെ വേലിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഭക്ഷണമായിട്ടുണ്ട്, എന്നാ വന്നിരിക്കി. അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ പുഴുങ്ങിയ കപ്പയും പിന്നെ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ കൊടുത്ത് അവരിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറയുക. കഴിച്ചു നോക്കിയപ്പോൾ നമ്മുടെ കല്യാണി, സൂപ്പർ ഭക്ഷണം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കിരൺ, അതെ ഇവള് നല്ലൊരു പാചകക്കാരിയാണ്, അതുകൊണ്ട് തന്നെ ഇവള് പറയുന്നത് വിശ്വസിക്കാം. ഈ സമയം നമ്മുടെ മൂപ്പൻ, അതെ ഇവിടുത്തെ ഭക്ഷണമൊന്നും മായം കലർത്താത്ത ഭക്ഷണം, എല്ലാം ഫ്രഷാ. കാട്ടിൽ നിന്നും പറിച്ചുകൊണ്ട് വന്ന മരച്ചീനിയും കിഴങ്ങും കപ്പയും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. പിന്നെ ഇവിടെ നാട്ടിൽ നിന്നും വരുന്നവർക്ക് താമസിക്കാൻ ഒരു വലിയ കെട്ടിടം അവിടെയുണ്ട്. അവിടെയാണ് നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യമുള്ളത്. പിന്നെ അവിടെ വന്ന് താമസിക്കുന്നവർ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങും. ഇവിടെ വന്നിട്ട് അവര് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ചോദിക്കും. ഞങ്ങളുണ്ടാക്കി കൊടുക്കും. ഞങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. ആണോ? അതെ. എന്നിട്ട് അതൊക്കെ കഴിക്കുന്നതിനോടൊപ്പം അവർ കൂടുതൽ വരാറ് ഇത്തിരി പഴച്ചാറ് കഴിക്കാനാ. പഴച്ചാറോ? അതെന്താ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷായ പഴങ്ങളൊക്കെ ഇട്ട് വാറ്റി കൊടുക്കുന്ന സാധനം സാറേ. വാറ്റ് സാധനമാണല്ലേ? അതെ സാറേ, അതെ മായം കലർത്താത്തതുകൊണ്ട് നല്ല നല്ല രുചിയാ. അത് കുടിക്കാനും കഴിക്കാനൊക്കെ വേണ്ടി ആൾക്കാർ വരും. അതിന് നല്ല ശക്തിയാണ്. അത് കുടിച്ചല്ലേ ഇവിടുത്തെ ജ്യൂസുകൾ പഴച്ചാറും മാറ്റുകളൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് നല്ല ശക്തി കിട്ടാറുണ്ട്. ഇവിടെ അപകടം പറ്റി വരുന്നവർക്കൊക്കെ അതല്ലേ കൊടുക്കാറ്. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ശക്തി കിട്ടും.
അത് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. വിനായകനോ അതാരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമലു ഇങ്ങനെ പേടിച്ച് ടെൻഷനോടെ നിൽക്കുക. അത് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് സാർ. അപകടം പറ്റി വന്നപ്പോൾ അയാളെ ഞങ്ങളെ നോക്കിയത്. പഴച്ചാറുകളൊക്കെ കൊടുത്ത് അയാളുടെ എല്ലിനൊക്കെ ബലം കൊണ്ടുവരിപ്പിച്ചു. അത് കേട്ടതും നമ്മുടെ കിരണും കല്യാണി പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. ആരാണ് ഈ വിനായകനെന്നറിയാൻ. ഒരു എത്ര നാൾ മുമ്പാ അയാൾ അപകടം പറ്റി ഇവിടെ വന്നത്? ഒരു വർഷത്തിന് മുമ്പാ സാർ. ഓ, 1 വർഷത്തിന് മുമ്പാണോ? ഞങ്ങൾ കരുതി ഈ ഇടയ്ക്കാണെന്ന്. അതെ സാർമാരെ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. ഇവിടെ മലദൈവങ്ങളുടെ പ്രാർത്ഥനയെ പൂജയൊക്കെ നല്ല രസമാണ് സാറേ. ഇവിടെ കാട്ടിൽ ഉത്സവം നടക്കാറുണ്ട്. അന്നേരം സാറുമാരൊക്കെ വാ. ഞങ്ങൾ ഉറപ്പായിട്ടും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കാടും കാട്ടിലെ ആൾക്കാരെയൊക്കെ. നല്ല സ്നേഹമുള്ളവരാ. ഞങ്ങൾക്ക് ആരെയും ചതിക്കാനൊന്നും അറിയില്ല സാറേ. അപകടം പറ്റി ആര് വന്നാലും ഞങ്ങൾ അവരെ ചികിത്സിക്കും. അവരുടെ രോഗങ്ങളൊക്കെ ഭേദമാക്കും. മുറിവുകളുണ്ടെങ്കിൽ അവർക്ക് അതെല്ലാം കെട്ടി നല്ല ജോയിൻ്റ് ആക്കി കൊടുക്കും. എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ എല്ലൊക്കെ ജോയിൻ്റ് ആവാനുള്ള മരുന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി പാമ്പ് കടിച്ചാണ് അവർക്ക് ആപത്ത് സംഭവിക്കുന്നതെങ്കിൽ വിഷം പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാനുള്ള മരുന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. നാട്ടിലെ ഡോക്ടർമാരെക്കാൾ നന്നായിട്ട് വൈദ്യം ഞങ്ങൾക്കറിയാം സാർ. ഇപ്പോഴല്ലേ ഈ ഡോക്ടറും ഇവരൊക്കെ വന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഡോക്ടർമാരുടെ അടുത്തേക്ക് എല്ലാവരും പോകുന്നത്. ഞങ്ങൾ വൈദ്യന്മാരെയൊന്നും ആരും തേടി വരാറില്ല. പിന്നെ പണ്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവർ വരൂ. ഞങ്ങളുടെ മരുന്ന് വിശ്വസിച്ച് വരുന്നവർക്ക് ആർക്കും ഇതുവരെയും ആപത്ത് സംഭവിച്ചിട്ടില്ല സാറേ. അതൊക്കെ ഞങ്ങൾക്കറിയാം. പച്ചമരുന്നുകളേക്കാൾ വലുതാണോ ഇംഗ്ലീഷ് മരുന്നുകൾ? ഒരിക്കലും അല്ല. എപ്പോഴും എല്ലാത്തിനും നല്ലത് ആയുർവേദ മരുന്ന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും സന്തോഷത്തോടെ കഴിക്കുക. ഈ സമയം അമലു വെട്ടി വിഴുങ്ങുക രണ്ടും കൂടെ. എന്തൊരു കഷ്ടമായത്. ഇവറ്റകളാണെങ്കിൽ പോകുന്നുമില്ലല്ലോ. പാവന്റെ വിനായകേട്ടൻ ശ്വാസം മുട്ടി നിൽക്കും അകത്ത്. എന്താ ഇപ്പം ചെയ്യുക? ദേ നമ്മുടെ വേലും ഉണ്ടല്ലോ. ഈ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ കഥാപ്രസംഗമൊക്കെ നടത്താറുണ്ട്. അവൻ്റെ ഒരു കഥാപ്രസംഗം എന്തോ കോഷ്ടി കാണിക്കുമെന്ന് കരുതി അത് കേട്ടെല്ലാവരും ചിരിച്ചപ്പോൾ അവൻ വലിയ ആളായി. ഞങ്ങൾക്കും വേണ്ടേ സാറേ ഓരോരോ സന്തോഷങ്ങൾ. അറിയാൻ വേലു. അപ്പം വേലു ഒരു കലാകാരൻ തന്നെയാണല്ലേ? വലിയ കലാകാരനൊന്നും അല്ല സാറേ, എന്നാലും അത്യാവശ്യം കലയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേലു സ്വയം പൂഴ്ത്തിക്കൊണ്ടിരിക്കുക. ഈ സമയം അതെല്ലാം കേട്ട് സഹിക്കാതെ അമലു അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗംഗാപ്രസാദിനെ കാണിക്കുന്നത്. ഗംഗ അവിടെ നിന്ന് ആലോചിക്കുക. ഇവന്മാരെന്നെ അന്വേഷിച്ച് നടക്കുക. എൻ്റെ ശത്രു കാർത്തികയും ലക്ഷ്മി അമ്മയും മാത്രമാണ്. പക്ഷെ ഒരാവശ്യമില്ലാതെ ഈ കിരണും കല്യാണിയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇവരെ വെറുതെ വിടാൻ പറ്റില്ല. നാട്ടിലേക്ക് പോകുന്ന ഇവരെ ഒറ്റയടിക്ക് കൊല്ലാൻ എന്താ വഴി? ഇവനെയും ഇവൻ്റെ കുടുംബത്തെയും ഇവൻ്റെ പിന്നാലെ നടക്കുന്നവരെയൊക്കെ കൊല്ലണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഒരു വിഷക്കുപ്പി എടുത്തു. അതിനുശേഷം ആ വിഷക്കുപ്പിയിൽ നോക്കി നമ്മുടെ ഗംഗ ആലോചിച്ചു. ഈ വിഷം ആ തേലിനകത്ത് കലർന്നു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ഞാൻ ആഗ്രഹിച്ചത് നടക്കും. ആ കല്യാണിയെയും കിരണിനെയും മാത്രമല്ല, ഈ തേന് കുടിക്കുന്ന എല്ലാവരും ചാകും എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് നേരെ അടുക്കളയിലേക്ക് പോവുക. ഈ സമയം എന്നിട്ട് ആ തേന് തുറന്ന് ആ തേനിലേക്ക് വിഷം മുഴുവനും ഒഴിക്കുക. 4 കുപ്പി തേനിലും വിഷം ഒഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അമലു അങ്ങോട്ട് വരിക. വിനായകേട്ടാ, എന്താ അമലു, എന്തായി? അവറ്റകൾ പോകുന്നില്ല വിനായകേട്ടാ. വല്ലാത്ത കഷ്ടമാണ്. ഞങ്ങൾ കുറേ പറഞ്ഞിട്ടും അവറ്റകൾക്ക് പോകാൻ കഴിയുന്നില്ല. അവൻ്റെയൊക്കെ ഒരു കാര്യം എത്ര നേരമാണ് പിടിച്ചു നിൽക്കുന്നത്. ഇനി ഉത്സവത്തിനൊക്കെ വരുമെന്നും പറഞ്ഞിരിക്കുക വിനായകേട്ടാ. വാ നമുക്ക് ഇവിടുന്ന് പോവാം എന്നും പറഞ്ഞുകൊണ്ട് വിനായകനെയും കൂട്ടി അമലു അങ്ങ് പോവുക. ഈ സമയം നമ്മുടെ കിരണും കല്യാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേലു പറയാ, അതെ ഇവിടെ പള്ളിയിലും ഉത്സവമൊക്കെ വരാറുണ്ട്. നല്ല രസമാണ്. അടുത്ത പള്ളിയിൽ ക്രിസ്മസിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനേക്കാളും നല്ല ഫുഡ് ഉണ്ടാക്കി തരാം. ക്രിസ്മസ് അടുത്തതുകൊണ്ട് എന്തായാലും ഇപ്പം പറ്റില്ല. അടുത്ത ക്രിസ്മസിന് ഞങ്ങൾ ഉറപ്പായിട്ടും വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദിനെയും അമലുവിനെയുമാണ്. അവർ രണ്ടുപേരും കാട്ടിലൂടെ നടക്കുക. എന്നാലും അവറ്റകളെ ആ വേലും മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് വന്നതാ വിനായകേട്ടാ. വല്ലാത്ത കഷ്ടമാണ്. എൻ്റെ വിനായകേട്ടനെ എന്നെ താണ്ടി ആർക്കും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ആരെ കൊണ്ടും ഞാൻ തൊടിക്കില്ല. എൻ്റെ വിനായകേട്ടനെ അവനെന്തെങ്കിലും ചെയ്താൽ അവർക്ക് നേരെ ഞാൻ അമ്പയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലു വിനായകനെ ആശ്വസിപ്പിക്കുക. ഈ സമയം അമലു പറയുന്നതൊക്കെ കേട്ട് ഗംഗാപ്രസാദ് ആലോചിക്കുക. അവരെക്കാളും വലിയ കൊലപാതകയെ ഞാൻ. എന്തായാലും ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇപ്പം അമലുവിനെ കയ്യിലെടുത്തേ പറ്റൂ. അപ്പോൾ എന്താ വിനായകേട്ട ആലോചിക്കുന്നേ? അവനെ വലിയൊരു കൊലയാളിയാ. കൊലയാളിയോ? എന്നിട്ട് അവരെ കണ്ട പാവത്തെ പോലെയാണല്ലോ തോന്നുന്നത്. അങ്ങനെ തോന്നും.
പക്ഷേ അവരൊക്കെ വലിയ കൊലപാതകികൾ അമലു. ഇപ്പോഴല്ല, നാട്ടിൽ ഭയങ്കര കൊല ചെയ്തിട്ടുണ്ട്. ഈശ്വര, ഇവിടെ നിൽക്കുമ്പോൾ വിനായകേട്ടനെ എനിക്ക് അവരുടെ കണ്ണു. ഇനി അവിടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ വിനായകേട്ട? നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ വിനായകേട്ടനെ കാണില്ലേ? അത് ശരിയാ, പക്ഷെ ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് പോകും എന്നും ഗംഗ ആംഗ്യ ഭാഷയിൽ പറയുക. തമിഴ്നാട്ടിലേക്ക് പോകാനാണെങ്കിൽ കാട് കടന്നാൽ മതി, അടുത്താണ്. ഈ കാട്ടിൽ നിന്നും വിനായകേട്ടനെ ഒരു മൃഗങ്ങളുടെ കയ്യിലും കിട്ടാതെ ഞാൻ രക്ഷിച്ചോളാം. ആനയുടെയും കുറുനരിയുടെയും ഒക്കെ ചൂര് ഞങ്ങൾക്കറിയാം. അതുപോലെ പുതിയ മനുഷ്യർ വന്ന അവരുടെ ചൂരും ആനയ്ക്കും കുറുനരിക്കും ഒക്കെ അറിയാം. അങ്ങനെയുള്ളപ്പോൾ അവരെന്തെങ്കിലും ചെയ്യാതിരിക്കാൻ എന്തായാലും അവരിൽ നിന്നും വിനായകേട്ടനെ രക്ഷിക്കാനും ഞാൻ നോക്കിക്കോളാം. വിനായകേട്ടൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നും കൂട്ടിയിട്ട് പോവുക. ഈ സമയം കിരണും കല്യാണിയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്തായാലും നല്ല ഫുഡാ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ആ വലിയ ഗസ്റ്റ് ഹൗസിൽ തങ്ങിക്കോളാം. ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയായാലും കാട്ടിലെ ഫുഡൊക്കെ കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ അധികം ആൾക്കാർക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയാ. ഈ സമയം അല്ല, അമലു എവിടെ മാമ എന്നും വേലു ചോദിക്കുക. അറിയില്ല മോനെ, അവള് ചിലപ്പോൾ വെള്ളം കോരാൻ പോയിട്ടുണ്ടാവും. ഇവിടെ ഒരു അരുവിയുണ്ട് സാറേ, ഒരിക്കലും പറ്റാത്ത അരുവിയാ, വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും. ആണോ? അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ? എന്തായാലും ഇപ്പം സമയമില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അടുത്ത പ്രാവശ്യം തേനുണ്ടാവുമ്പോൾ സാറിനായിരിക്കും ആദ്യം തരുന്നത്. സാറ് വില പേശാത്തത് കൊണ്ട് സാറിന് ഞാൻ തേൻ പെട്ടെന്ന് തന്നെ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേലു ഇങ്ങനെ നിൽക്കുക. പിന്നെ നാട്ടിൽ ചില കടക്കാർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് സാറേ. അവരുടെ കച്ചവടം മുടക്കാൻ പറ്റില്ല, കാരണം അവർ സ്ഥിരമായിട്ട് മേടിക്കുന്നവരാണേ. സാരമില്ല മൂപ്പ, ഞങ്ങൾക്ക് ഇഷ്ടമായി. മൂപ്പനെയും മൂപ്പത്തിയെയും വേലുവിനെയും അമലുവിനെയും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെയുള്ളവരൊക്കെ നല്ല വിശ്വാസികളാണ്. ഇവിടുത്തെ മലദൈവങ്ങൾക്ക് ഞങ്ങൾ അധികം പൈസയൊന്നും കൊടുക്കാറില്ല. ഞങ്ങൾക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക്, അത് ഭക്ഷണമായാലും വേറെ എന്തായാലും അങ്ങനെ തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ മലദൈവങ്ങൾക്കും മലങ്കാളിക്കും ഒക്കെ നല്ല ശക്തിയാ സാറേ. നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അത് കേൾക്കും. പിന്നെ കാട്ടിലൊരുത്തൻ ശത്രുവായിട്ട് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ തീർക്കാനും മലങ്കാളിക്കറിയാം. മലദൈവങ്ങൾക്ക് അത്രയ്ക്ക് ശക്തിയാ സാറേ. ആ ശക്തിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ആ ശക്തി പരത്തുന്ന പൂജകളും വഴിപാടുകളും കാണണമെങ്കിൽ സാറ് വീണ്ടും വരണം. വന്നു കഴിഞ്ഞാൽ സാറിനറിയാം മലങ്കാളിയുടെ പൂജയൊക്കെ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും. ശരി ശരി മൂപ്പ, എന്നാൽ ഞങ്ങൾ അങ്ങനെ വരാം എന്നൊക്കെ പറയാം. എന്നാൽ നമുക്ക് പോകാം സാറേ. ഇന്നാ മൂപ്പ ഇത് വെച്ചോ. അയ്യോ എന്തിനാ സാറേ പൈസയൊക്കെ? പൈസയൊക്കെ തന്നതല്ലേ? തേനിൻ്റെ പൈസ മുഴുവനും തന്നു, കൂടുതലാണ് തന്നത്. പിന്നെയും പൈസ തരേണ്ട സാറേ. പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല മൂപ്പ, ഞങ്ങളിത് ഞങ്ങളുടെ സന്തോഷത്തിന് തരുന്നതാ. ഇന്നാ ഇത് അമ്മയും വെച്ചോ. എനിക്ക് വേണ്ട സാറുമാരെ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പിടിക്കും എന്നും പറഞ്ഞ് കയ്യിലേക്ക് പൈസ വെച്ച് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും പൈസ മേടിച്ചു. ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണി പറയാം, അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഇത് ഈ കടം വീട്ടിയാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അയ്യോ എന്നാലും വേണ്ടായിരുന്നു സാറേ. സാരമില്ലെന്നേ, വെച്ചോ എന്നും പറഞ്ഞ് പൈസയൊക്കെ കൊടുത്തിട്ട് അവരിറങ്ങും. എന്നാൽ പോകാൻ വേലു. ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോവുക. ഈ സമയം അവർ പോയി കഴിഞ്ഞതും നമ്മുടെ കിരണും കല്യാണി ഇറങ്ങിയതും, എടാ അവരെ പെട്ടെന്ന് കൊണ്ടുപോയി വിടാൻ നോക്കടാ, കുറേ നേരമായി. പാവം ആ വിനായകൻ ശ്വാസം മുട്ടി നിൽക്കുമായിരിക്കും. അത് ശരിയാ, ശ്വാസം മുട്ടി നിൽക്കുമായിരിക്കും. എന്നാൽ പിന്നെ പെട്ടെന്ന് ചെല്ലും മോനെ. അമലു എവിടെ മാമ? അവൾ എവിടെയെങ്കിലും ഉണ്ടാവും, നീ ചെല്ല്. അങ്ങനെ അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞതും അവരത്ര കുഴപ്പക്കാരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ, പൈസ കിട്ടിയപ്പോൾ നീ അവരുടെ സൈഡായോ? പൈസ കിട്ടിയതുകൊണ്ടൊന്നുമല്ല. ആ പെങ്കൊച്ചിൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ നല്ല രീതിയാ. അതുകൊണ്ട് തന്നെ നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നേ. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിൽ പണം തരുന്നവരും നമ്മുടെ മുൻപിൽ ചിരിച്ചു കാണിക്കുന്നവരും എല്ലാം നല്ലവരാണെന്ന് നമ്മൾ കരുതരുത്. അവരുടെ ഉള്ളിലും ഉണ്ടാവും തീ. ചിലപ്പോൾ അവരുടെ ഉള്ളിലും വിഷം നിറച്ചായിരിക്കും അവർ നടക്കുന്നത്. വിഷം കുത്തി നിറച്ച് നടക്കുന്നവരെ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരാണോ നല്ലവർ അവരെ മലദൈവം കാക്കട്ടെ. വിനായകനാണെങ്കിൽ വിനായകനെ കാക്കട്ടെ, വന്നവരാണെങ്കിൽ അവരെ കാക്കട്ടെ. നമുക്ക് ഇനി അതൊന്നും നോക്കണ്ട. അവരെന്തായാലും ഉത്സവത്തിന് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അത് നമുക്ക് അങ്ങോട്ട് അത്ര പ്രോത്സാഹിപ്പിക്കണ്ട. ചിലപ്പോൾ വിനായകനെ അന്വേഷിച്ചായിരിക്കും അവർ വരുന്നത്. തേന് വാങ്ങാനാണെന്നും പറഞ്ഞ് വിനായകനെ തേടി നടക്കുമല്ലേ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലുവിൻ്റെ അമ്മ അങ്ങ് പോവുക. ഈ സമയം കിരണും കല്യാണിയും കാട്ടിലൂടെ നടക്കുക. എന്നാലും നല്ല രസമുണ്ടല്ലോ കിരണേട്ട അടുത്ത അന്തരീക്ഷമൊക്കെ. നമ്മുടെ നാട്ടിനേക്കാളും ചൂട് കുറവ്, നല്ല സുഖമായ അന്തരീക്ഷമാണ് അല്ലേ കിരണേട്ട? അതെ, വന്യമൃഗങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കാടൊരു സ്വർഗമാണ്.
ആര് പറഞ്ഞു? ഇവിടുത്തെ മൃഗങ്ങളും ഇഴജന്തുക്കളും ഇവിടുത്തെ ആൾക്കാരും ഒക്കെയാണ് ഈ കാടിന്റെ സ്വർഗം അല്ല കിരണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. ഈ സമയം അമലുവും ഗംഗാപ്രസാദും കൂടെ പിന്നിലൂടെ നോക്കുക. ചെല്ലടാ ചെല്ല്, നാട്ടിലെത്തിയ നീയും നിന്റെ കുടുംബക്കാരും നീ സ്നേഹിക്കുന്നവരൊക്കെ തീരും, ഒറ്റയടിക്ക് തീരും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.